പോർച്ചുഗീസ് സംഭാവനകൾ. കണ്ണൂരിലെ സെൻറ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡയാണ്. 1505 അൽമേഡയാണ് കണ്ണൂരിലെ സെൻറ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത്. തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. കുഞ്ഞാലിമരക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് കോഴിക്കോട് ജില്ലയിലെ ചാലിയം കോട്ട. കോട്ടയാണ് കുഞ്ഞാലിമരക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട. ചാലിയം കോട്ട പണിത പോർച്ചുഗീസ് ഗവർണറാണ് നുനോ ഡ കുൻഹ എന്ന പോർച്ചുഗീസ് ഗവർണറാണ് ചാലിയം കോട്ട പണിതത്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നതാണ് ചാലിയം കോട്ട. എന്നറിയപ്പെടുന്ന ചാലിയം കോട്ട. അപ്പോൾ 1505 അൽമേഡയാണ് കണ്ണൂരിലെ സെൻറ് ആഞ്ചലസ് കോട്ട നിർമ്മിച്ചത്. പോർച്ചുഗീസുകാർ തൃശ്ശൂർ ജില്ലയിൽ ആണ് കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചത്. കുഞ്ഞാലിമരക്കാരുടെ ആക്രമണം നേരിടാനായി 1531 ചാലിയം കോട്ട നിർമ്മിച്ചതാരാണ്? പോർച്ചുഗീസുകാർ. ചാലിയം കോട്ട പണിത പോർച്ചുഗീസ് ഗവർണറാണ് നുനോ ഡ കുൻഹ. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ചാലിയം കോട്ടയാണ്. ചാലിയം കോട്ട തകർത്തതാരാണ്? കുഞ്ഞാലിമരക്കാർ മൂന്നാമൻ, അതായത് പട്ടുമരക്കാർ പടമരക്കാർ എന്നറിയപ്പെട്ട കുഞ്ഞാലിമരക്കാർ മൂന്നാമനാണ് ചാലിയം കോട്ട തകർത്തത്. സാമൂതിരിയുടെ സൈന്യം പോർച്ചുഗീസുകാരിൽ നിന്നും ചാലിയം കോട്ട പിടിച്ചെടുത്ത് നശിപ്പിച്ചത് 1571 സാമൂതിരിയുടെ സൈന്യം പോർച്ചുഗീസുകാരിൽ നിന്നും ചാലിയം കോട്ട പിടിച്ചെടുത്ത് നശിപ്പിച്ചത്. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ മഹാകാവ്യമാണ് ഫത്ഹുൽ മുബീൻ. വ്യക്തമായ വിജയം. ഫത്ഹുൽ മുബീൻ എന്ന അറബി കാവ്യം എഴുതിയതാരാണ്? ഗാസി മുഹമ്മദാണ്. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. വ്യക്തമായ വിജയം. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയാണ് ഗോതിക് ശൈലി. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയാണ് ഗോതിക് ശൈലി. ഇന്ത്യയിൽ ഗോതിക് ശൈലിയിൽ പോർച്ചുഗീസുകാർ പണികഴിപ്പിച്ച പള്ളികളാണ് കൊച്ചിയിലെ സെൻറ് ഫ്രാൻസിസ് പള്ളിയും ഗോവയിലെ ബോം ജീസസ് പള്ളിയും. കൊച്ചിയിലെ സെൻറ് ഫ്രാൻസിസ് പള്ളിയും ഗോവയിലെ ബോം ജീസസ് പള്ളിയും പോർച്ചുഗീസുകാർ പണികഴിപ്പിച്ചതാണ്. ഏത് ശൈലിയിലാണ്? ഗോതിക് ശൈലിയിൽ. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളിയാണ് സെൻറ് ഫ്രാൻസിസ് പള്ളി, കൊച്ചിയിലെ സെൻറ് ഫ്രാൻസിസ് പള്ളിയാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ പള്ളി. കേരളത്തിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച ആദ്യ സെമിനാരിയാണ് വാരാപ്പുഴയാണ് കേരളത്തിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച ആദ്യത്തെ സെമിനാരി വാരാപ്പുഴ. കൊച്ചി രാജാവായിരുന്ന വീര കേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണ് മട്ടാഞ്ചേരി പാലസ്. 1555 കൊച്ചി രാജാവായിരുന്ന വീര കേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണ് മട്ടാഞ്ചേരി പാലസ്. ഇത് പിന്നീട് ഡച്ചുകാർ പുതുക്കിപ്പണിത് ഡച്ച് കൊട്ടാരമെന്ന് അറിയപ്പെട്ടു. മട്ടാഞ്ചേരി പാലസ് പിന്നീട് ഡച്ചുകാർ പുതുക്കിപ്പണിയുകയും ഡച്ച് കൊട്ടാരമെന്ന് അറിയപ്പെടുകയും ചെയ്തു. കൊച്ചിയിലും വൈപ്പിലും അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ് കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചത്. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പേരയ്ക്ക, വറ്റൽമുളക്, പുകയില, ആത്തിക്ക, മരച്ചീനി, റബ്ബർ എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ക്രിസ്തീയ കലാരൂപമായ ചവിട്ടുനാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ക്രിസ്തീയ കലാരൂപമാണ് ചവിട്ടുനാടകം. ഇത് കേരളത്തിൽ പ്രചരിപ്പിച്ചതാരാണ്? പോർച്ചുഗീസുകാർ. ചവിട്ടുനാടകത്തെ ഒരു ജനകീയ കലയായി ഉയർത്തിക്കൊണ്ടുവന്ന വിദേശ ശക്തിയാണ് പോർച്ചുഗീസുകാർ. കേരളത്തിലെ ഏത് നാട്ടുരാജാവാണ് പോർച്ചുഗീസ് രാജാവിൻ്റെ സൈനിക സഹോദരൻ എന്നറിയപ്പെടുന്നത്? പുറക്കാട് രാജാവ്. കേരളത്തിലെ പുറക്കാട് രാജാവാണ് പോർച്ചുഗീസ് രാജാവിൻ്റെ സൈനിക സഹോദരൻ എന്ന ബഹുമതി സ്വന്തമാക്കിയത്. പുറക്കാട് രാജാവാണ് കേരളത്തിലെ പോർച്ചുഗീസ് രാജാവിൻ്റെ സൈനിക സഹോദരൻ. ബ്രദർ ഇൻ ആംസ് ടു ദ കിങ് ഓഫ് പോർച്ചുഗൽ എന്ന ബഹുമതി സ്വന്തമാക്കിയത് പുറക്കാട് രാജാവാണ്. ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് കൊച്ചിയിലാണ്.
ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ വൈദിക പഠനത്തിനായി സെമിനാരികളും കോളേജുകളും ആരംഭിച്ച സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കൊച്ചി, കൊടുങ്ങല്ലൂർ, വൈപ്പിൻ കോട്ട. കൊച്ചിയിലും കൊടുങ്ങല്ലൂരിലും വൈപ്പിൻ കോട്ടയിലും ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ വൈദിക പഠനത്തിനായി സെമിനാരികളും കോളേജുകളും സ്ഥാപിച്ചു. ഇന്ത്യയിൽ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് കൊച്ചിയിലാണ്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് 1503 കൊച്ചിയിൽ നിർമ്മിച്ച മാനുവൽ കോട്ട. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് മാനുവൽ കോട്ട. പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, അയക്കോട്ട, അഴീക്കോട്ട, കൊച്ചിൻ കോട്ട എന്നീ പേരുകൾ അറിയപ്പെടുന്നത് മാനുവൽ കോട്ടയാണ്. മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് അൽബുക്കർക്കാണ്. അൽബുക്കർക്ക് 1503 കൊച്ചിയിലാണ് മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത്. ഇതിൻ്റെ മറ്റു പേരുകൾ ഏതൊക്കെയാണ്? പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, അയക്കോട്ട, അഴീക്കോട്ട, കൊച്ചിൻ കോട്ട എന്നിങ്ങനെയാണ് ഇതിൻ്റെ മറ്റു പേരുകൾ. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസ് അറിയപ്പെട്ടിരുന്നത് കാർഡ്സ് എന്ന പേരിലാണ്. കാർഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പാസ് പോർച്ചുഗീസുകാർ നൽകിയിരുന്നു. എന്തിനു വേണ്ടി? ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിനായിട്ടാണ് കാർഡ്സ് എന്ന പാസ് പോർച്ചുഗീസുകാർ നൽകിയിരുന്നത്. പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധി ഒപ്പുവെച്ച വർഷമാണ് 1513. പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധി ഒപ്പുവെച്ചത് ഏത് വർഷമാണ്? 1513. 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധി ഒപ്പുവെച്ചത്. പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ പൊന്നാനി സന്ധി ഒപ്പുവെച്ചതെന്നാണ് 1540. 1540 കോഴിക്കോട് സാമൂതിരിയും പോർച്ചുഗീസും തമ്മിൽ പൊന്നാനി സന്ധി ഒപ്പുവെച്ചത്. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കൃതിയെ രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീൻ. എന്തിനാണ്? കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന കൃതിയാണ് ഇത്. ഇത് രചിച്ച ഭാഷ അറബി ഭാഷയിലാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ചത്. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. പോർച്ചുഗീസുകാരോട് യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്ത കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. അറബി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. ഷെയ്ഖ് സൈനുദ്ദീൻ്റെ കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. പോർച്ചുഗീസുകാരെ കൂടാതെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിന് പരസ്പരം മത്സരിച്ചിരുന്നു. ഈ മത്സരങ്ങൾ നടത്തിയത് കുരുമുളകിന് വേണ്ടിയായിരുന്നു. പ്രധാനമായിട്ടും മത്സരങ്ങൾ നടത്തിയിരുന്നത് കുരുമുളകിന് വേണ്ടിയായിരുന്നു. അടുത്തത് നമ്മൾ നോക്കുന്നത് ഡച്ചുകാരെ കുറിച്ചാണ്. പോർച്ചുഗീസുകാർ കഴിഞ്ഞു, അടുത്തത് ഡച്ചുകാർ. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം 1595. 1595 ഡച്ചുകാർ ഇന്ത്യയിൽ വന്നത്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602. ഡച്ചുകാർ ഇന്ത്യയിൽ എത്തിയത് 1595 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602. ഡച്ചുകാരുടെ കപ്പൽ വ്യൂഹം ആദ്യമായി കേരളത്തിൽ വന്ന വർഷം 1604. ഡച്ചുകാരുടെ കപ്പൽ വ്യൂഹം ആദ്യമായി കേരളത്തിൽ വന്ന വർഷമാണ് 1604. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കൊല്ലം പിടിച്ചെടുത്ത വർഷമാണ് 1658. 1658 ഡച്ചുകാരെ പരാജയപ്പെടുത്തി പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുത്ത വർഷമാണ് 1658. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം ഏതാണ്? 1663. 1658 കൊല്ലം പിടിച്ചെടുത്തു. 1663 കൊച്ചി പിടിച്ചെടുത്തു. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയ വർഷമാണ് 1663. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയ വർഷമാണ് 1663. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറലാണ് അഡ്മിറൽ വാൻ ഗോയൂൻസ്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആരാ? അഡ്മിറൽ വാൻ ഗോയൂസ്. ഡച്ചുകാർ പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്ത വർഷമാണ് 1663. 1663 ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്തതും പോർച്ചുഗീസുകാരെ തുരത്തിയതും പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്തതും 1663. പള്ളിപ്പുറം കോട്ട തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന് കൈമാറിയ വർഷമാണ് 1789. പള്ളിപ്പുറം കോട്ട തിരുവിതാംകൂർ
നാട്ടുരാജ്യത്തിന് കൈമാറിയ വർഷമാണ് 1789. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം 1595. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1602. ഡച്ചുകാരുടെ കപ്പൽ വ്യൂഹം ആദ്യമായി കേരളത്തിൽ വന്ന വർഷം 1604. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കൊല്ലം പിടിച്ചെടുത്ത വർഷമാണ് 1658. കൊല്ലം 1658. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷമാണ് 1663. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയ വർഷമാണ് 1663. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറലാണ് അഡ്മിറൽ വാൻ കോയൂസ്. ഡച്ചുകാർ പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്ത വർഷം 1663. പള്ളിപ്പുറം കോട്ട തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന് കൈമാറിയ വർഷം 1789. ഡച്ചുകാരുടെ കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് കൊല്ലവും കൊച്ചിയും. ഡച്ചുകാർ അധികാര കേന്ദ്രം സ്ഥാപിച്ച കന്യാകുമാരിയിലെ പ്രധാന പ്രദേശമാണ് കുളച്ചൽ. ഡച്ചുകാരുടെ കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചി, കൊല്ലം. ഡച്ചുകാർ അധികാര കേന്ദ്രം സ്ഥാപിച്ച കന്യാകുമാരിയിലെ പ്രധാന പ്രദേശമാണ് കുളച്ചൽ. എന്നാൽ മാർത്താണ്ഡവർമ്മ കുളച്ചൽ പ്രദേശം കോട്ട കെട്ടി സംരക്ഷിക്കാൻ ശ്രമിച്ചു. ഇത് പിടിച്ചെടുക്കാനുള്ള ഡച്ചുകാരുടെ ശ്രമങ്ങൾ കുളച്ചൽ യുദ്ധത്തിലേക്ക് നയിക്കുകയുണ്ടായി. ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ 1753 മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത്. കുളച്ചൽ യുദ്ധത്തിന് ശേഷം 1753 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത്. ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. ഡച്ചുകാരിൽ നിന്നും 1789 ധർമ്മരാജാവ് വിലക്ക് വാങ്ങിയ കോട്ടകളാണ് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും. കൊടുങ്ങല്ലൂർ കോട്ട, പള്ളിപ്പുറം കോട്ട എന്നിവ ഡച്ചുകാരിൽ നിന്നും 1789 ധർമ്മരാജാവ് വിലക്ക് വാങ്ങിയതാണ്. പുറക്കാട്, കായംകുളം എന്നീ പ്രദേശത്തെ മുഖ്യന്മാരുമായാണ് ഡച്ചുകാർ കരാറിൽ ഏർപ്പെട്ടത്. പുറക്കാട്, കായംകുളം എന്നീ പ്രദേശത്തെ മുഖ്യന്മാരുമായാണ് ഡച്ചുകാർ കരാറിൽ ഏർപ്പെട്ടത്. മലബാറിലെ ഔഷധസസ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലബാറിലെ ഔഷധസസ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ലാറ്റിൻ ഭാഷയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഗ്രന്ഥം രചിച്ചതാരാണ്? അഡ്മിറൽ വാൻ റീഡ്. അഡ്മിറൽ വാൻ റീഡ് ലാറ്റിൻ ഭാഷയിൽ തയ്യാറാക്കിയ കേരളത്തിലെ ഔഷധസസ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. കേരള രാമം എന്നറിയപ്പെട്ടിരുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. കേരള രാമം എന്നറിയപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാമിൽ വെച്ചാണ്. ആംസ്റ്റർഡാമിൽ വെച്ചാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. 12 വാല്യങ്ങളിലായാണ് ഹോർത്തൂസ് മലബാറിക്കസ് 1678 1703 കാലയളവിൽ പ്രസിദ്ധീകരിച്ചത്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രതിപാദിച്ചിരുന്ന ആദ്യ വൃക്ഷമാണ് തെങ്ങ്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരുന്ന ആദ്യ വൃക്ഷം തെങ്ങും അവസാന വൃക്ഷം ആലുമാണ്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ വാക്കാണ് തെങ്ങ്. തെങ്ങ് എന്നാണ് മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ വാക്ക്. മലബാറിലെ ഔഷധസസ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഇത്. അഡ്മിറൽ വാൻ റീഡാണ് ലാറ്റിൻ ഭാഷയിൽ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത്. കേരള രാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ആംസ്റ്റർഡാമിൽ വെച്ച് 1678 1703 കാലത്താണ് ഇത് പ്രസിദ്ധീകരിച്ചത്. 12 വാല്യങ്ങളിലായി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഇതിൽ പ്രതിപാദിച്ചിരുന്ന ആദ്യ വൃക്ഷം തെങ്ങും അവസാന വൃക്ഷം ആലുമാണ്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ വാക്കാണ് തെങ്ങ്.
ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യനാണ് ഇട്ടി അച്യുതൻ. ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനാണ് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ചത്. ഇട്ടി അച്യുതൻ്റെ സ്മാരകമായ കുരിയാള സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കടക്കരപ്പള്ളിയിലാണ്. ആലപ്പുഴ ജില്ലയിലെ കടക്കരപ്പള്ളിയിലാണ് ഇട്ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇട്ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുരിയാള. കുരിയാള എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ കടക്കരപ്പള്ളി. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച ഗൗഡ സാരസ്വത ബ്രാഹ്മണരാണ് രംഗഭട്ട്, അപ്പഭട്ട്, വിനായകഭട്ട്. രംഗഭട്ട്, അപ്പഭട്ട്, വിനായകഭട്ട് എന്നിവർ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച ഗൗഡ സാരസ്വത ബ്രാഹ്മണരാണ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതനാണ് ജോൺ മാത്യൂസ്. ഫാദർ മാത്യൂസ് എന്നറിയപ്പെടുന്ന ജോൺ മാത്യൂസ് ആണ് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതൻ. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ ചിത്രങ്ങൾ വരച്ചതാരാണ്? ജോൺ മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതനായ ജോൺ മാത്യൂസ് ആണ് ഹോർത്തൂസ് മലബാറിക്കസിലെ ചിത്രങ്ങളൊക്കെ വരച്ചത്. 691 ആധുനിക വർഗത്തിൽപ്പെട്ട 742 സസ്യങ്ങളെക്കുറിച്ചും അവയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും വിവരിക്കുന്നു. 691 ആധുനിക വർഗത്തിൽപ്പെട്ട 742 സസ്യങ്ങളെക്കുറിച്ചും അവയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും ഇതിൽ വിവരിക്കുന്നുണ്ട്. 794 ചിത്രങ്ങളായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസിൽ ഉണ്ടായിരുന്നത്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയെ സഹായിച്ച പരിഭാഷകനാണ് ഇമ്മാനുവൽ കർനെയ്റോ. ഇമ്മാനുവൽ കർനെയ്റോ എന്ന പരിഭാഷകനാണ് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച പരിഭാഷകൻ. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് കേരള സർവകലാശാല. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാരാണ്? KS മണിലാൽ. KS മണിലാലിന് പത്മശ്രീ ലഭിച്ചത് 2020 ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായ ഹോർത്തൂസ് മലബാറിക്കസ് ലാറ്റിൻ ഭാഷയിൽ തയ്യാറാക്കിയത് അഡ്മിറൽ വാൻ റേഡാണ്. ഈ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യനാണ് ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച ഗൗഡ സാരസ്വത ബ്രാഹ്മണരാണ് രംഗഭട്ട്, അപ്പഭട്ട്, വിനായകഭട്ട്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതനാണ് ജോൺ മാത്യൂസ്. ഇദ്ദേഹമാണ് ഹോർത്തൂസ് മലബാറിക്കസിലെ ചിത്രങ്ങൾ വരച്ചത്. 691 ആധുനിക വർഗത്തിൽപ്പെട്ട 742 സസ്യങ്ങളെക്കുറിച്ചും അവയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. 794 ചിത്രങ്ങളായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. 691 ആധുനിക വർഗത്തിൽപ്പെട്ട 742 സസ്യങ്ങളും അതിൻ്റെ ഔഷധ ഗുണങ്ങളെ പറ്റിയും 794 ചിത്രങ്ങളും ഉണ്ടായിരുന്നു. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയെ സഹായിച്ച പരിഭാഷകനാണ് ഇമ്മാനുവൽ കർനെയ്റർ. ഇമ്മാനുവൽ കർനെയ്റാണ് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയെ സഹായിച്ച പരിഭാഷകൻ. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് കേരള സർവകലാശാലയാണ്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് KS മണിലാലാണ്. KS മണിലാലിന് പത്മശ്രീ ലഭിച്ചത് 2020 ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപ്പു നിർമ്മാണം, തുണിക്ക് ചായം മുക്കൽ, തെങ്ങ് കൃഷിക്ക് പ്രത്യേക പ്രോത്സാഹനവും മെച്ചപ്പെട്ട തൈകളുടെ വിതരണവും ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി. ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ: ഉപ്പു നിർമ്മാണം, തുണിക്ക് ചായം മുക്കൽ, തെങ്ങ് കൃഷിക്ക് പ്രത്യേക പ്രോത്സാഹനവും മെച്ചപ്പെട്ട തൈകളുടെ വിതരണവും ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതിയും. 12 വാല്യങ്ങളിലായി രചിച്ച ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി. കുഷ്ഠരോഗികൾക്കായി ഡച്ചുകാർ ആശുപത്രി ആരംഭിച്ച പ്രദേശമാണ് പള്ളിപ്പുറം. പള്ളിപ്പുറത്താണ് ഡച്ചുകാർ കുഷ്ഠരോഗികൾക്കായി ആശുപത്രി ആരംഭിച്ചത്. കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് അഴീക്കോട് സന്ധി. കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് 1661 അഴീക്കോട് സന്ധി. ഡച്ചുകാർ 18-ാം നൂറ്റാണ്ടിൽ ഗുരുവായൂർ നിർമ്മിച്ച കോട്ടയാണ് ചേറ്റുവ കോട്ട. ഡച്ചുകാർ 18-ാം നൂറ്റാണ്ടിൽ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ടയാണ് ചേറ്റുവ കോട്ട. 1744 കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ഡച്ചുകാരാണ്. 1744 കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിതത് ഡച്ചുകാരാണ്. 1744 കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിതതാരാണ്? ഡച്ചുകാരാണ്. ഡച്ചുകാർ 18-ാം നൂറ്റാണ്ടിൽ ഗുരുവായൂർ നിർമ്മിച്ച കോട്ടയാണ് ചേറ്റുവ കോട്ട. 1661 ഡച്ചുകാരും പോർച്ചുഗീസ് സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധി ഏതാണ്? അഴീക്കോട് സന്ധി. കുഷ്ഠരോഗികൾക്കായി ഡച്ചുകാർ ആശുപത്രി ആരംഭിച്ചത് പള്ളിപ്പുറത്താണ്. 12 വാല്യങ്ങളിലായി ഹോർത്തൂസ് മലബാറിക്കസ് എന്ന രചന സംഭവിച്ചത്
സംഭാവന ചെയ്തത് ഡച്ചുകാരാണ്. തെങ്ങ് കൃഷിക്ക് പ്രത്യേക പ്രോത്സാഹനവും മെച്ചപ്പെട്ട തൈകളുടെ വിതരണവും തുണിക്ക് ചായമുക്ക് ഉപ്പു നിർമ്മാണം ഇവയൊക്കെയാണ് ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ. അടുത്തത് ഫ്രഞ്ചുകാർ. വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തികളാണ് ഫ്രഞ്ചുകാർ. വ്യാപാരത്തിനായി ഇന്ത്യയിൽ എത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തികളാണ് ഫ്രഞ്ചുകാർ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1664 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തിയാണ് കോൾബർട്ട്. കോൾബർട്ട് എന്ന വ്യക്തി 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവളങ്ങൾ ഏതൊക്കെയാണ്? മാഹി, കാരയ്ക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി. മാഹി, യാനം, കാരയ്ക്കൽ, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി ഇവയാണ് ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവളങ്ങൾ. തെക്കേ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് തീരത്ത് അടിമകളെ കയറ്റുമതി ചെയ്യുന്നതിൽ ശ്രദ്ധ ചെലുത്തിയ വിദേശികളാണ് ഫ്രഞ്ചുകാർ. തെക്കേ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് തീരത്ത് നിന്ന് അടിമകളെ കയറ്റുമതി ചെയ്യുന്നതിൽ ശ്രദ്ധ ചെലുത്തിയ വിദേശികളാണ് ഫ്രഞ്ചുകാർ. കേരളത്തിലെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാഹിയാണ്. കേരളത്തിലെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം ഏതാണ്? മാഹി. മാഹിയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോട്ട നിർമ്മിച്ചതെന്നാണ് 1724. 1724 മാഹിയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ കോട്ട നിർമ്മിച്ചത്. 1725 കടത്തനാട് രാജാവിൽ നിന്നും മാഹി പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ ഫ്രഞ്ച് ക്യാപ്റ്റനാണ് ബെർട്രാൻഡ് ഫ്രാങ്കോയിസ് മാഹി ഡി ലെ ബോണസ്. ബെർട്രാൻഡ് ഫ്രാങ്കോയിസ് മാഹി ഡി ലെ ബോണസ് എന്ന ഫ്രഞ്ച് ക്യാപ്റ്റനാണ് 1725 കടത്തനാട് രാജാവിൽ നിന്നും മാഹി പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയത്. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷം എന്നാണ്? 1954. 1954 ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷം. 1954 ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടു പോയത്. വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തികളാണ് ഫ്രഞ്ചുകാർ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് കോൾബർട്ടാണ് 1664. ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവളങ്ങളാണ് മാഹി, കാരയ്ക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി. തെക്കേ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് തീരത്ത് നിന്നും അടിമകളെ കയറ്റുമതി ചെയ്ത് ശ്രദ്ധയെത്തിയത് ഫ്രഞ്ചുകാരാണ്. കേരളത്തിലെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം മാഹിയാണ്. മാഹിയിൽ ഫ്രഞ്ചുകാർ കോട്ട പണിതത് 1724. 1725 കടത്തനാട് രാജാവിൽ നിന്നും മാഹി പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ ഫ്രഞ്ച് ക്യാപ്റ്റനാണ് ഫ്രാങ്കോയിസ് മാഹി ഡി ലെ ബോണസ്. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷമാണ് 1954. പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരാണ് പറങ്കികൾ എന്നറിയപ്പെട്ടത്. പരന്ത്രീസുകാർ എന്നറിയപ്പെട്ടത് ഫ്രഞ്ചുകാർ. പോർച്ചുഗീസുകാർ പറങ്കികളെന്നും പരന്ത്രീസുകാർ എന്ന ഫ്രഞ്ചുകാരും ലന്തക്കാർ എന്ന ഡച്ചുകാരും ഡാനിഷുകാർ എന്നറിയപ്പെട്ടത് ഡെൻമാർക്കുകാർ. ഡാനിഷുകാർ എന്നറിയപ്പെട്ടത് ഡെൻമാർക്കുകാർ. ലന്തക്കാർ ഡച്ചുകാർ, പരന്ത്രീസുകാർ ഫ്രഞ്ചുകാർ, പറങ്കികൾ പോർച്ചുഗീസുകാർ. ബ്രിട്ടീഷുകാരുടെ വരവും സംഭാവനകളും നമ്മൾ അടുത്ത ക്ലാസ്സിൽ